ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആനന്ദം. ഇന്ന് നമ്മൾ കേട്ടറ്റ് 4 സൈക്കോളജിയിലെ മനഃശാസ്ത്ര ചിന്താധാരകൾ എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്രോച്ചസ് ടു സൈക്കോളജി അതെന്താണെന്ന് നമുക്ക് നോക്കാം. അധികം വൈകാണ്ട് വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ ഒന്നാമത്തെയാണ് ഘടനാവാദം, സ്ട്രക്ചറലിസം. ഇത് കൊണ്ടുവന്നത് ആരാണ്? വില്യം വൂണ്ടാണ് ഘടനാവാദം കൊണ്ടുവന്നത്. ഇത് 1879 ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അത് ഏത് വർഷത്തിലാണ്? 1879 ജർമ്മനിയിലെ ലിപ്സിഗ് സർവകലാശാലയിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല കൊണ്ടുവന്നത് ആരാന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വില്യം വൂണ്ടാണ് അത് കൊണ്ടുവന്നത് എന്ന് പറയണം. അത് ഏതാ വർഷം എന്ന് ചോദിച്ചാൽ 1879. പിന്നെ ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്ന് വിളിക്കുന്നത് ആരെയാണ്? വില്യം വൂണ്ടിനെയാണ്. പരീക്ഷണ മനഃശാസ്ത്രം അതിൻ്റെ ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി അതാരാണ്? വില്യം വൂണ്ടാണ്. അപ്പോൾ ഫാദർ ഓഫ് സൈക്കോളജി അങ്ങനെയും വിളിക്കും വില്യം വൂണ്ടിനെ. ഫാദർ ഓഫ് സൈക്കോളജി എന്നും ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്ന് പറഞ്ഞാലും ആരാണ്? വില്യം വൂണ്ടാണ്. അതുപോലെ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി അതാരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. ഫാദർ ഓഫ് സൈക്കോളജി വില്യം വൂണ്ടും ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി സിഗ്മണ്ട് ഫ്രോയിഡുമാണ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെയാണ് ധർമ്മവാദം, ഫങ്ഷണലിസം. അത് കൊണ്ടുവന്നത് ആരാണ്? വില്യം ജെയിംസ് ആണ് അതിൻ്റെ ഉപജ്ഞാതാവ്. വില്യം ജെയിംസ്. അദ്ദേഹത്തിൻ്റെ കൂടെ അത് കണ്ടുപിടിക്കാൻ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് ജോൺ ഡ്യൂയിയും ഹാർവി കാറും. ആരൊക്കെയാണ്? ജോൺ ഡ്യൂയി, ഹാർവി കാർ. ഓക്കെ. അങ്ങനെ വില്യം ജെയിംസ് ആണ് ധർമ്മവാദം കൊണ്ടുവന്നത്. ജോൺ ഡ്യൂയിയും ഹാർവി കാറും കൂടെയുള്ള ആൾക്കാരാണ്. ഓക്കെ. പിന്നെയാണ് മൂന്നാമത്തെയാണ് സമഗ്രതാവാദം, ഗസ്റ്റാൾട്ടിസം. അത് കൊണ്ടുവന്നത് ആരാണ്? മാക്സ് വെർത്തിമർ ആണ് അത് കൊണ്ടുവന്നത്. സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് മാക്സ് വെർത്തിമർ ആണെങ്കിലും കോഹ്ലറും കോഫ്കയും കാർട്ടലെവിനും കൂടെയുള്ള ആൾക്കാരാണ്. ആരൊക്കെയാണ്? കോഹ്ലർ, കോഫ്ക, കാർട്ടലെവിൻ. ഇവർ 3 പേരും മാക്സ് വെർത്തിമറിൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ്. നാലാമത്തെയാണ് വ്യവഹാരവാദം, ബിഹേവിയറിസം. അത് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു തന്നെയാണ് ബിഹേവിയറിസം. അത് JB വാട്സൺ ആണ് കൊണ്ടുവന്നത്. കൂടെ ഉള്ളവരാണ് പാവ്ലോവും തൊണ്ടേക്കും സ്കിന്നറും ഹള്ളും. ആരൊക്കെയാണ്? പാവ്ലോവ്, തൊണ്ടേക്ക്, സ്കിന്നർ, ഹള്ള്. JB വാട്സൺ ആണ് വ്യവഹാരവാദം കൊണ്ടുവന്നത്. അഞ്ചാമത്തെയാണ് മാനവിക അപഗ്രഥനം, സൈക്കോ അനലൈസിസ്. അതാരാണ് കൊണ്ടുവന്നത്? സിഗ്മണ്ട് ഫ്രോയിഡ്. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. വരും ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ മാനസിക അപഗ്രഥനം, സൈക്കോ അനലൈസിസ് കൊണ്ടുവന്നത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. ആഡ്ലറും കാൾ യുങ്ങും സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ്. ആഡ്ലറും കാൾ യുങ്ങും. പിന്നെ നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം, ഇൻ്റർപ്രറ്റേഷൻ ഓഫ് ഡ്രീംസ്. ഇതാരുടെ പുസ്തകമാണ്? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പുസ്തകമാണ്. പിന്നെ ഓൺ അഫാനിയ. എന്താണ്? ഓൺ അഫാനിയ. പിന്നത്തെ ഒരു പുസ്തകമാണ് ദി ഈഗോ ആൻഡ് ദി ഇത്ത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെയാണ്, ദി ഈഗോ ആൻഡ് ദി ഇത്ത്. ഈ പുസ്തകവും സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തന്നെയാണ്. പിന്നെ ബിയോണ്ട് ദി പ്ലഷർ പ്രിൻസിപ്പിൾ. അതും സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു ബുക്കാണ്. പിന്നെ ദി സൈക്കോളജി ഓഫ് എവറിഡേ ലൈഫ്. ഇതും അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകൾ. പിന്നെ ആറാമത്തെയാണ് മാനവികതാവാദം, ഹ്യൂമാനിസം. അതാരാണ് കൊണ്ടുവന്നത്? എബ്രഹാം മാസ്ലോ ആണ് മാനവികതാവാദം കൊണ്ടുവന്നത്. കാൾ റോജേഴ്സ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളാണ്. കാൾ റോജേഴ്സ്. ആരൊക്കെയാണ്? എബ്രഹാം മാസ്ലോയും കാൾ റോജേഴ്സും. ഓക്കെ. ഏഴാമത്തെയാണ് ജ്ഞാനനിർമ്മിതിവാദം. ഇത് കൊണ്ടുവന്നത് പിയാഷെയാണ്. വൈഗോട്സ്കിയും ബ്രൂണറും അതിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ആരൊക്കെയാണ്? വൈഗോട്സ്കിയും ബ്രൂണറും. കൊണ്ടുവന്നത് പിയാഷെ. അപ്പോൾ എന്താണ്? സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? വൈഗോട്സ്കിയാണ്. അതുപോലെ കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗ് ആരുടെയാണ്? ബ്രൂണറുടെയാണ്. അങ്ങനെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡിസ്കവറി ലേണിങ്ങും അതുപോലെ തന്നെ ഈ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അത് അവരുടെ ഓരോരുത്തരുടെയും കൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ക്ലാസ്സുകൾ ചെയ്യാം. അപ്പോൾ ഇത്രയും
ആണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ 7 മനഃശാസ്ത്ര ചിന്താധാരകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 7 എണ്ണം ഒന്ന് പഠിച്ച് വെക്കുക. അങ്ങനെ വൺ വേർഡ് ആയിട്ടാണല്ലോ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഓപ്ഷൻസ് കണ്ടാൽ പെട്ടെന്ന് തന്നെ ക്ലിക്കാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ പഠിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.